ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്, ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് വന്ന് ബ്ലോക്ക് ആവാം. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ അത്ര കാര്യമായിട്ടുള്ള കേസില്ല, പക്ഷെ എന്നാൽ പോലും കുറച്ച് അഴുക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയാനായിട്ടില്ല. മാക്സിമം നമ്മൾ കെയർ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് സമയത്ത് കോട്ടൺ വേസ്റ്റിൻ്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലാണ് ഇതിനകത്ത് അഴുക്ക് വരാൻ കൂടുതലായിട്ട്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യണേ. എന്തെങ്കിലും കൂട്ടത്തിൽ ക്ലീൻ ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ റോട്ടർ ഫിൽറ്റർ കൂടി ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനകത്തും അത്യാവശ്യം അഴുക്ക് വരുന്നുണ്ടോ. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വാഷിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തിട്ട് അതിൻ്റെ അഴുക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓയിലിനകത്തേക്ക് മിക്സ് ആവും. അത് ഇവിടെ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള അഴുക്കൊക്കെയാണ് ഈ സൈഡിലൊക്കെ പറ്റി പിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് റോട്ടർ ഫിൽറ്ററും കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1000 കിലോമീറ്ററിനുള്ളിൽ ചെയ്തു പോകേണ്ട വർക്കാണ്. ഇപ്പോൾ ശരിക്കും 1900 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൃത്യം ടൈമിങ്ങിലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് അടുത്ത 3000 കിലോമീറ്ററിലാണ് അതിൻ്റെ ഓയിൽ ചേഞ്ച് വരാം. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടി ഓട്ടോ ഉള്ളതാണെങ്കിൽ, ഓട്ടോ കൂടുതലാണെങ്കിൽ ഓരോ 3000 കിലോമീറ്ററിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറണം. സർവീസ് വന്നത് ഓരോ 4 മാസം കൂടുമ്പോഴാണ്. ഓട്ടം കൂടുതലാണെങ്കിൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ഓയിൽ മാറ്റാൻ നോക്കി നിൽക്കരുത്. 3000 കിലോമീറ്റർ വയസ്സിൽ 3000 കിലോമീറ്ററാണ് ആ ഓയിലിൻ്റെ നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ കിലോമീറ്ററിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമുക്ക് ഓൾറെഡി വാറണ്ടി പീരീഡിലുള്ള വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ പോയിൻ്റൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് നല്ല ഗ്യാസ് ബർണർ ഉള്ള കളർ ഗോൾഡൻ ഷെയ്ഡിലാണ് അതിൻ്റെ പോയിൻ്റൊക്കെ നിൽക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ നടക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വേറെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ പമ്പിങ്ങിൻ്റെ ഭാഗം നോക്കിയായിരുന്നു. പമ്പിങ്ങൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഈ ഭാഗം നമ്മൾ പഴിച്ചതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കുറച്ച് ഓയിൽ വന്ന് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, പൊടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് വാഷ് ചെയ്താൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. മാക്സിമം നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തേക്കാം, എന്നാലും ചെറുതായിട്ട് ഓയിൽ മയം ഉണ്ടാവും എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.